ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. പുറത്തുനിന്ന് എഴുതിയിട്ട് ഞാൻ വളരെ ലേസി ആയിട്ടുള്ളൊരു ഡേ ആണ്. സമയം 9 മണിയായി. ഞാൻ എൻ്റെ നാട്ടിൽ, എൻ്റെ സ്വന്തം കോഴിക്കോട് എൻ്റെ വീട്ടിൽ വന്നേക്കുക. ഇനിയിപ്പോൾ ആൾക്കാർ പറയുന്ന ഈ ലാഷ് പുറക്കത്ത് തന്നെ നിൽക്കുമ്പോഴേ മേക്കപ്പ് ഇട്ടിട്ടാണോ വരേണ്ടതല്ല. അല്ല, അതങ്ങനെ ഇരുന്നോളും. നമ്മൾ നീലൊക്കെ വെക്കില്ലേ, അതുപോലെ ഇരുന്നിരിക്കുന്ന ഒരു ലാഷാണിത്. ഇതൊരു 1.5 മാസമൊക്കെ കഴിഞ്ഞാൽ തന്നെ പൊഴിഞ്ഞു പോകും. എനിക്ക് ഇന്ന് ഭയങ്കര മടി. മൈക്കൊക്കെ എടുക്കാൻ അവിടെ വരെ പോകണം. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇയർപോഡ്സ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. എന്താ എടുക്കാൻ പോകണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഞാൻ എണീക്കാനുള്ള മെയിൻ റീസൺ അത് താഴെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അച്ഛനും അമ്മയും കൂടെ. എന്തൊക്കെയോ മണക്കണു, ഞണ്ടുകറിയൊക്കെ ഉടക്കണു. കോഴിക്കോട് വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ ഒന്ന് എനിക്ക് അച്ഛമ്മയൊക്കെ ഒന്ന് കാണണം, പിന്നെ കുറേ ഫുഡിൻ്റെ സ്പോട്ടുകളൊക്കെ ഞാനിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ റീൽസൊക്കെ കാണുമ്പോൾ സേവ് ചെയ്ത് വെക്കില്ല. അതുകൊണ്ട് ഞാൻ ലൈറ്റ് ഇടാത്ത വേറെ ഒന്നുമല്ല, അടുത്തൊരാൾ കൂടെ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ ഇനി ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് ഫ്രഷായി, ചിലപ്പോൾ ഞാൻ കിടന്നുറങ്ങും, അല്ലെങ്കിൽ വേണ്ട, ഫ്രഷായിട്ട് കഴിക്കണം. വിശക്കുന്നുണ്ട്. ഫുഡിൻ്റെ സ്മെല്ല് വന്നുകൊണ്ടാണോ അറിയില്ല, നല്ല വിശപ്പ്. അങ്ങനെ അപ്പോൾ ഫ്രഷായിട്ട് കാണാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു സിംപ്ലി ദുർഗ. പല്ല് തേപ്പൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കണോ അതോ ഭക്ഷണം കഴിച്ചിട്ട് കുളിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. കാരണം നല്ല വിശപ്പുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇനി ഫുഡ് കഴിക്കാൻ വൈകിയാൽ ചിലപ്പം ഗ്യാസ് നിറയും. കാരണം കുളിക്കുവാണെങ്കിൽ അച്ചമ്മയുടെ ഒരു എണ്ണ തേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്തായാലും സമയമെടുക്കും. ബൈ എന്നെ ഇപ്പോൾ കാണാൻ ഒരു മുനി ലുക്കിൽ, മുനി എല്ലാവരും പറയാ, അവരുടെ ലേഡീസിന് എന്തോ ഒരു പേര് പറയല്ലോ, എന്തോ. ഞാൻ രാത്രി കിടക്കുന്ന സമയത്ത് മുടിയെല്ലാം കൂടെ എടുത്ത് ഉച്ചിയിൽ കെട്ടി വെച്ചിട്ടാണ് കുറേ വർഷങ്ങളായിട്ട് കിടക്കണത്. എനിക്ക് തോന്നുന്നു പഠിക്കുന്ന സമയം തൊട്ടിട്ട് അങ്ങനെയാണ്. അതുമ്പോൾ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളോ ശല്യമൊന്നും ഉണ്ടാവില്ല, സുഖമായിട്ട് കിടന്നുറങ്ങാം. ഞാൻ എണീറ്റ് വന്ന് ഇവിടെ ഇരുന്നപ്പോൾ നല്ല മഴയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇപ്പോഴത്തെ മഴയൊക്കെ നിന്നു, പക്ഷെ നല്ല ഭംഗിയുള്ളൊരു കാലാവസ്ഥ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ലാഷിൻ്റെ കാര്യം, അപ്പം അത് കണ്ടോ. ഇപ്പം ഞാൻ ബ്രഷ് ചെയ്തു, മുഖം കഴുകിയിട്ടും അതങ്ങനെ ഇരിക്കും, അത് പോകത്തില്ല. നമുക്ക് കുളിക്കുകയാണെങ്കിൽ ഒന്നൊരു പ്രശ്നമില്ല. കിടന്നിറങ്ങി എണീറ്റ് വരുമ്പോഴും നമ്മൾ കണ്ണൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കും. ഇത് ഇപ്പം നനഞ്ഞിരിക്കുക, അത് നമ്മളിപ്പോൾ പല്ല് വെച്ച് മുഖം കഴിക്കില്ല. അപ്പോൾ അതിങ്ങനെ നമ്മൾ ടവൽ വെച്ച് തുടച്ചിട്ട് നമ്മളൊരു ബ്രഷ് ഉണ്ട്, ആ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്യും. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ടിരിക്കും. ഇത് എന്താ പറയുക, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്തൊട്ടിക്കണതല്ല. വൺസ് നമ്മളത് ചെയ്ത് നമ്മൾ സലൂണിൽ പോയി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഒറിജിനൽ ലാഷ് പൊഴിഞ്ഞു പോവില്ലേ, ആ കൂട്ടത്തിൽ ഇരിക്കണത് ഓരോന്ന് പൊഴിഞ്ഞു പോകും, അത്രേ ഉള്ളൂ. ഇതെന്താ ഫിഷ് ഫ്രൈ, തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള ഫിഷ് ഫ്രൈ. ശരി, ഡ്രൈ ഫ്രൈ. ഞണ്ട് കറി, തേങ്ങ അരച്ച ഞണ്ട് കറി. ഇത് മസാല തേച്ച് വെച്ച ഫിഷ്. ഈ ഫിഷാണ് ഇവിടെ കിടന്ന് പൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൊള്ളാം. ഇതൊക്കെ ഉച്ചക്കല്ലേ, അത് ബ്രേക്ക്ഫാസ്റ്റിനുണ്ടോ? അച്ഛൻ്റെ ഉപ്പുമാവ്. അച്ഛനെ പ്രൊമോട്ട് ചെയ്യണ്ടെന്നാണ് അച്ഛൻ പറയണത്. അമ്മ ഇതൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലല്ലോ, ലഞ്ചല്ലേ? എന്റെ സിറി കാണണ്ട. ചൂടുണ്ടോ? അന്ന് അത്ര ഉപ്പുമാവ് ഞാൻ കഴിക്കൂല അച്ഛാ.
മതി മതി, ഇത് ഇത്രയൊന്നും ഞാൻ കഴിക്കൂല കേട്ടോ. ഇത് കണ്ടോ, ശരിക്കും പറഞ്ഞ ഒരു 5 മാസം, ഈ ഒരു 5 മാസം, അതായത് ഈ പ്രഗ്നൻ്റ് ആയതിന് ശേഷം ഈ 5ാം മാസത്തിലാണ് ഞാൻ കോഴിക്കോട് വരണേ. അതുവരെ ഞാൻ കൊച്ചിയിലായിരുന്നു. എന്തോരം മിസ് ചെയ്തു എന്നറിയോ. ആ ഒരു ഫിഷ് ഫ്രൈ ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ എന്തോ ഭയങ്കര സ്മെല്ലായിരുന്നു. ഇതാണ് എന്നെ ഉറക്കത്തു നിന്ന് എഴുന്നേൽപ്പിച്ചത്. ഞാൻ ഡയറി ബാക്കിയിരിക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാമെന്നാണ് പറയണേ. കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം. എന്താണെങ്കിലും ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു കാലിക്കറ്റ് ഫുഡ്. ഇനി ഇവിടെ നിന്ന് പോകുന്നവരെ എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടേ പോകുന്നുള്ളൂ. ആദ്യം നമ്മൾ കുറച്ച് ഉപ്പുമാവും, പിന്നെ അതേ ഈ മീനിൻ്റെ ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ, തേങ്ങാപ്പാലൊക്കെ വെച്ചുണ്ടാക്കിയിട്ടുള്ള ഗ്രേവിയാണ്, ഫിഷ് ഫ്രൈ ആണത്. ഭയങ്കര സ്മെല്ല്. ഇതൊക്കെ ഞാൻ ബാക്കി കഴിച്ചു കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാം. അച്ഛമ്മ വന്നു, മുടിയൊക്കെ ഒന്ന് നോക്കിയിട്ട് നടത്തു വെച്ചു. ഇത് എത്ര കാലമായി എണ്ണ തേച്ചിട്ട്? ഞാൻ പറഞ്ഞു ഞാൻ തേക്കാറില്ല, എണ്ണ തേക്കാറില്ല എന്ന് പറഞ്ഞപ്പം ഭയങ്കര വിഷമവും പരാതിയൊക്കെ. ഞാൻ എന്തോരം എണ്ണ തേച്ച് കുളിപ്പിച്ച് ചെറുപ്പത്തിൽ വളർത്തിയ കൊച്ചാണ് അതൊക്കെ പറഞ്ഞ് ഭയങ്കര പരാതിയൊക്കെ. അച്ഛമ്മയ്ക്ക് ഭയങ്കര വിഷമം. എണ്ണ എടുക്കാൻ പോയിട്ടുണ്ട് ആൾ. ഫുഡൊക്കെ കഴിച്ച് ഞാൻ ശരിക്കും അത്രയും വിളമ്പിയപ്പോൾ ഞാൻ വിചാരിച്ചു മുഴുവൻ കഴിക്കാൻ പറ്റില്ല, ഫുഡ് വേസ്റ്റ് ആവുമായിരിക്കും. പക്ഷെ എന്തോ മുഴുവൻ കഴിച്ചു ഞാൻ. അതിലിപ്പോൾ ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, അത്രയും നിറഞ്ഞു. കുറച്ച് നേരമൊക്കെ ഒന്ന് നടന്നു. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് തലയിൽ എണ്ണയിട്ടാണ് നിൽക്കുക. അപ്പോൾ ഇനിയിപ്പോൾ അച്ഛമ്മ വരും. അച്ഛമ്മയുടെ കുറേ കഥകളൊക്കെ പണ്ടും ഇങ്ങനെ കേട്ടോ. പണ്ടും അച്ഛമ്മയുടെ അടുത്ത് ചെല്ലുന്ന സമയത്ത് അച്ഛമ്മ ഇരുത്തിയിട്ട്, ഇപ്പോൾ എൻ്റെ തറവാട്ടിലാണെങ്കിൽ അവിടെ തിണ്ണയിലിരുത്തിയിട്ട് അച്ഛമ്മ ഇങ്ങനെ എണ്ണയൊക്കെ തേച്ച് കുറേ കഥകളൊക്കെ പറയും. പണ്ടത്തെ അച്ഛമ്മയുടെ കുറേ കഥകളും, ഞങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു, ഞങ്ങളൊക്കെ എണ്ണ തേക്കുമായിരുന്നു, ഇത് എന്നിട്ട് കുറേ കഥകളൊക്കെ പറയും. അപ്പം സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അച്ഛൻ തന്നെയായിരുന്നു എന്നും തലയിലൊക്കെ എണ്ണ ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെ ചെയ്യാറില്ലല്ലോ. മുടിയിൽ കളറ് കണ്ടിട്ട് എണ്ണ തേക്കാതെ മുടി മൊത്തം ചെമ്പിച്ച് പോയി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ചെമ്പിച്ചതല്ല, അത് ഞാൻ കാശ് കൊടുത്ത് ചെയ്യിപ്പിച്ചതാ. അച്ഛമ്മ നല്ല രസമാണ്. അച്ഛമ്മയുടെ കഥകളൊക്കെ കേട്ടുകൊണ്ടിരിക്കാനും ഒരു രസമാണ്. അപ്പോൾ അക്കിനെ അച്ഛമ്മ എണ്ണ എടുത്ത് വരട്ടെ. ഇത് എന്തെണ്ണ അച്ഛമ്മ? എന്തൊക്കെ എണ്ണ? കുരുമുളക്, എന്തൊക്കെ സാധനം ഉണ്ട്. കുരുമുളക് ഇതിന്റെ അടിയിൽ നോക്ക്, ഇതിന്റെ അടിയിൽ എന്താക്കുന്ന പിന്നെ ഇത് മുരിങ്ങേന്റെ ഇല, പേരക്ക. മുരിങ്ങേന്റെ ഇലയോ? മുരിങ്ങേന്റെ ഇല മുടിക്ക് നല്ലല്ലേ? ആണോ? ഞാനിപ്പ അറിയാ. പിന്നെന്തൊക്കെയാ, തുളസീന്റെ ഇല, പിന്നെന്താണ് നീലമരിയോ, സാധനം ഉണ്ട് ഇതില്. തുളസീന്റെ ഇല, ചുവന്ന ചെമ്പരത്തിപ്പൂ, എല്ലാ സാധനവും എല്ലാം ഇട്ടിട്ടാക്കിയത്. എന്താ മുടിന്റെ കോലം എന്താ ഇപ്പൊ പോരെ? ഇതാ മുടി ചോപ്പ് നിറായത് ഞാൻ പൈസ കൊടുത്ത് ആയിരങ്ങൾ എണ്ണി ചെയ്യിപ്പിച്ചതാണ്. ചോപ്പ് കളറ് നന്നായി. ചോപ്പല്ല, അത് കറുപ്പാന്നുണ്ട്. ചെമ്പൻ കളറ് ഞാൻ ചെയ്യിപ്പിച്ചതാണ്. ചെമ്പൻ കളർ പോകുന്നുണ്ട്. ഇട്ടടി പോകുന്നുണ്ടോ? ഇതാ കണ്ടോ? എണ്ണ തേച്ചിട്ടാ ലേശം. ഇപ്പൊ ലേശം പോയില്ലേ? കണ്ടോ അല്ലേ? പോയതല്ലേ? ചെമ്പൻ കളറ് നല്ല നനവില്ലേ മുടിക്ക്? ഇച്ചിരി കൂടി പോയില്ലേ എണ്ണ? അത് സാരില്ല, മുടിക്ക് എന്നും തേക്കുന്നില്ലല്ലോ. തീരെ തലയിൽ എണ്ണ വയ്ക്കാഞ്ഞാൽ എന്താണിത്? എന്ത് സിനിമ എന്തായാലും തലയിൽ ഇത്തിരി എണ്ണ വയ്ക്കണ്ടേ? ആയില്ലേ? അയ്യോ ഇടക്കിടക്ക് കഴിഞ്ഞില്ലേ? ഉണ്ണിയാർച്ച കേൾക്കാൻ പോവാ. ഇങ്ങനെയാണ് മുടി കെട്ടുക. എത്തൂല, എന്നാലും
ചിക്ക ഉണ്ടോ കൊട്ടണ്ടാച്ചിട്ടാ. മറ്റേ ഉണ്ണിയാർച്ച അതാ എന്റെ മോനെ. അത് അങ്ങനെ ഇരുന്നോട്ടെ, അത് ഊരിപ്പോകല്ലോ. അത് അങ്ങനെ പാടില്ല എന്നറിയാം. എങ്ങനെ എങ്ങനെയുണ്ട്? വളരെ ഭംഗിയുണ്ട്. നല്ല ഭംഗിയുണ്ട്. എങ്ങനെയുണ്ട് അല്ലേ? അല്ല മുടിയിൽ മെഴുക്കേ എന്താ എന്റെ മെഴുക്കിൽ ഞാൻ ചെയ്ത കളറ് ഒറ്റയടിക്ക് കറപ്പിച്ച് കളഞ്ഞു വെച്ചാൽ അതാ ചിക്കർക്കായിട്ട് അങ്ങനെ തൊടായിട്ടാ മുടി പോവും. മുടി പോകുന്നുണ്ടല്ലേ? അതാ ഞാൻ ചിക്കർക്ക ഇല്ല, അത്രയൊന്നും ഇല്ല. എത്രയാ തേട്ട് കുറേ പൊത്തിക്കുന്നു ഞാൻ. ഇവിടെ എണ്ണ വയ്ക്കാതെ വെക്കുകയല്ലേ, ഇത് എടുക്കാത്ത കുപ്പിയാ. ഞാൻ മുറിക്കിയ പടി ഒരു കുപ്പിയിൽ ഇതിൻ്റെ ബാക്കി ഒഴിച്ചു വെച്ചതേനു. ഇനി മതി. എന്താ തേക്കണം കേട്ടോ മോളെ. അങ്ങനെ മെഴുക്കാ. ആ ചേറും പോവും, കുറച്ച് ചേറ് പോയിക്കോട്ടെ. ചേറൊന്നുമില്ല, പക്ഷെ ഞാൻ ഷാമ്പു ഒക്കെ ഇട്ട് മുടി കഴുകാറുണ്ട്. എന്നാ കുറച്ച് മതി കേട്ടോ. തുടക്കല്ലേ മെഴുക്ക് വെക്കല്ലേ. കണ്ണിന്റെ അവിടെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുടച്ചതാ. കുരുമുളകൊക്കെ ഇട്ട് എന്നല്ലേ പറഞ്ഞോ. കുരുമുളകൊക്കെ ഇട്ട തന്നെയാ. കുരുമുളക് ഇട്ട തന്നെയാ. കണ്ടോ മെഴുക്ക് അത്രയായിട്ടത് കയ്യില്. പണ്ട് തൊട്ടിട്ട് തലയിൽ എണ്ണ ഇടണം, കുളിക്കുമ്പോ ദേഹത്ത് എണ്ണ പുരട്ടണം. ഞാൻ മക്കളെ അച്ഛനെപ്പോഴും ഞാൻ ചീത്തറിയും, മെഴുക്ക് വെക്കാതെ കുളിക്കരുത്. മക്കളെ അച്ഛമ്മൻ്റെ ഞങ്ങളെ ശീലം അത്. നമുക്ക് ആരാന്നാ പറഞ്ഞ ഡോക്ടർ അറുതി പറയും, നേഴ്സിനെ വിളിച്ച് കാട്ടി കൊടുക്കുക. ഞങ്ങളെ ശരീരം ഇത്ര പ്രായമുള്ളവരെ ശരീരം നോക്കുന്നു. തൈല എണ്ണയൊന്നല്ല. എന്നിട്ട് ഞങ്ങൾ ആര് ഡോക്ടറെ അടുത്ത് പോയതാണെങ്കിലും ധനമ പോയിട്ടേ ഈ നേഴ്സുമാരെ വിളിക്കുക ഡോക്ടർ. അതെന്തിനാണെന്നറിയോ? ഈ ശരീരം കണ്ടിട്ട്. ഞങ്ങളെല്ലാവരുടെ ശരീരം എങ്ങനെയാണ്, ഒറ്റ ആക്കും ഇതില്ല. നല്ലോണം തേച്ച് ഇപ്പോഴും കുളിക്കും എല്ലാവരും. ഇപ്പോൾ അതിക്കുട്ടം വാങ്ങിക്കൊണ്ടുവരുന്നു. അത് അതിക്കുട്ടം ഇതല്ല, കൊട്ടൻ ചുക്കാതി തൈല അതിക്കുട്ടം വാങ്ങിക്കൊണ്ടുവന്ന. കൊട്ടൻ ചുക്ക അല്ല ഇപ്പോഴും നല്ല അതേ അങ്ങനെ തന്നെയല്ലേ. ഞങ്ങൾ ചെറുതാകുമ്പോഴേ അങ്ങനെ തന്നെയാ. ഞങ്ങൾ അച്ഛനെ ഞങ്ങൾക്ക് ഇതേമാതിരി ഒന്നല്ല. ഭരണിയിലാണ് എണ്ണയും വെളിച്ചെണ്ണയും കൊണ്ടുവന്നിട്ടേ ഞങ്ങളെ തേച്ചുകുളീൻ്റെ രഹസ്യം അറിഞ്ഞാൽ ഞങ്ങൾ അന്തം വിട്ടു മക്കളെ. ഈ വലിയ ചെറിയ ഭരണിയില്ലേ, കുറച്ച് വലിയ ഭരണി. ഹോട്ടലിലെ പണിക്കാർ വരിക ചെയ്യുക. എന്തിനെന്നറിയോ? ഞങ്ങൾക്ക് മസാല കടയുണ്ട് ഇവിടെ റെയിൽവേൻ്റെ അടുത്തില്ലേ, ന്യൂ ഹോട്ടലില്ലേ? ആ പേര് ഇപ്പോഴും ന്യൂ ഹോട്ടൽ. അവരുടെ പേര് നല്ല ഗൾഫുകാർ വന്ന് കൂടുന്ന സ്ഥലമാണ്. റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണല്ലോ. അപ്പൊ പുറത്തുനിന്നുള്ളവരൊക്കെ വന്ന് സ്റ്റേ ചെയ്യും, താഴെ ഫുഡും കഴിക്കും. ഞങ്ങൾ ഫുഡൊന്നും ഞങ്ങൾ അങ്ങനെ പുറത്തേക്കൊന്നും പോല. അല്ല ഞങ്ങൾ പുറത്തേക്ക് അങ്ങോട്ടൊന്നും പോവില്ല. പണിക്കാർ ഞങ്ങൾ ഹോട്ടലില് ഞങ്ങൾ പണിക്കാരുടെ അടുത്തേക്കൊന്നും പോവില്ല. ഹോട്ടലിൻ്റെ അകത്തേക്കൊന്നും പോവില്ല. ഞങ്ങൾ 7 മക്കളാ. ഞങ്ങൾ 5 പെണ്ണും 2 ആണും. പിന്നെ എങ്ങനെയാണെന്നറിയോ രാവിലെ ഒരു സോഡക്കുപ്പി പാല് 5 വിധം പലഹാരം കൊണ്ടുവരിക. അങ്ങനെ ജീവിച്ചതാ. അങ്ങനെയെന്നറിയോ? വെള്ളപ്പം പിട്ട്, നൂൽപിട്ട്, പത്തിരി ഇതൊക്കെ കൊണ്ടുവരും. വലിയ സോഡക്കുപ്പിയിൽ പാരും. പിന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടിയെ ഞങ്ങളെ ജീവിതം അതാ. ഞാൻ ഇപ്പോൾ ഇത്ര ഞാൻ അങ്ങനെ വിചാരിക്കും. 10 മണിയായാൽ പണിക്കാരെന്താന്നാ കൊണ്ടുവരിക? പഴംപൊരി, വട, പിന്നെ കൊണ്ടുവരിക. പിന്നെ പണിക്കാരത്തിയുണ്ട്, പണിക്ക് വരുന്നോള്. പിന്നെ നോക്ക് രാജയോഗം തന്നെ. പിന്നെ ഈ പണിക്കാരത്തി മീൻ കൊണ്ടുവരും, മീൻ കറി വെക്കും ഒക്കെ കൊണ്ടുവരും. പിന്നെ അത് കറി വെച്ചിട്ട്
പിന്നെ തിരുമ്പാനൊക്കെ ഉള്ള ഞാൻ തിരുമ്പാൻ ഡോബികൾ കൊണ്ടുപോവുക. തിരുമ്പാൻ ഡോബികൾ കൊണ്ടുപോവുക. ബെഡ്ഷീറ്റൊക്കെ തിരുമ്പാൻ മുതലക്കുളം ഡോബികളില്ലേ, ഇവർ കൊണ്ടുപോവുക വിരിയൊക്കെ. അച്ഛൻ വലിയ പണിയൊന്നുമില്ല, വെക്കും ഉണ്ടാക്കണ്ട. പിന്നെ വൈകുന്നേരമായാൽ വൈകുന്നേരത്തെ പലഹാരം അങ്ങനെ തിന്നു പഠിച്ചു പോയി മക്കള് എല്ലാവരും. അക്കാലത്തൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അക്കാലത്തൊക്കെ പാവം, അതപ്പം ഇങ്ങനെ ഇതുപോലെ അക്കാലത്തൊക്കെ അങ്ങനെയാണ്. പിന്നെ വൈകുന്നേരത്തെ പലഹാരം. എണ്ണ തേച്ചിട്ട് ഒത്തിരി ആയെന്ന് പറഞ്ഞപ്പം ഇത്രയും എണ്ണ എൻ്റെ തലയിൽ പൊത്തും ഞാൻ വിചാരിച്ചില്ല. ഇതിച്ചിരി കൂടിപ്പോയി. ഇനി ഇതെല്ലാം എണ്ണയൊക്കെ ഷാമ്പു ചെയ്ത് കളഞ്ഞ് എൻ്റെ കോലത്തിലേക്കൊന്ന് എനിക്ക് വരണം. പക്ഷേ രസമാട്ടോ, അച്ഛമ്മ ഇങ്ങനെ എണ്ണയൊക്കെ തേച്ച് അച്ഛമ്മയുടെ കഥകൾ പണ്ടും ഞങ്ങളുടെ ശീലമാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ അച്ഛമ്മ ഇങ്ങനെയാണ് എണ്ണയൊക്കെ തേച്ച് തന്നുകൊണ്ട് അച്ഛമ്മയുടെ കുറേ കഥകൾ ദിവസവും ഞാൻ ഇതിനെ കേൾക്കാം. പക്ഷെ കേട്ടോണ്ടിരിക്കാൻ രസമായി. ഇന്നിപ്പോൾ പറഞ്ഞ കഥയൊക്കെ ഞാൻ എത്രയോ തവണ കേട്ടോണ്ടിരുന്നതാണ്, പണ്ട് തൊട്ടിട്ടേ കേൾക്കണതാണ്. പക്ഷെ രസം അച്ഛമ്മ പറയുമ്പോഴുള്ള എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. ഇനിയിപ്പോൾ ഇത് ഷാമ്പു ചെയ്ത് കളയണം. മുമ്പൊന്നും ഷാമ്പു അല്ല, മുമ്പ് അച്ഛമ്മയുടെ ശീലമാണ് ഈ എണ്ണ തേച്ചുള്ള കുളി. അച്ഛമ്മ ദിവസവും ഇപ്പോൾ എല്ലാ ദിവസവും എന്ന് പറയുന്ന പോലെ ദേഹത്തും തലയിലൊക്കെ എണ്ണ ഇട്ടിട്ട് കുളിക്കുള്ളൂ. അത് താളിയിടും, ഷാമ്പു അല്ല താളിയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ചെറുപയർ പൊടിയാണ് ദേഹത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെയായിരുന്നു ഞാനും യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അച്ഛമ്മയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ശീലങ്ങളൊക്കെ എന്നെ പഠിപ്പിച്ചിരുന്ന അച്ഛമ്മ. ഇപ്പം പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പം അതൊന്നുമില്ല, താളി ചെറുപയർ പൊടിയൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഷാമ്പു, എന്താ പറയുക, ബോഡി വാഷ് നമുക്ക് ഈസി ആയിട്ട് എന്താണോ കിട്ടുന്നത്. പക്ഷെ മുമ്പ് ഇങ്ങനെയൊക്കെ ആയിരുന്നു, അതിന് മാത്രം നല്ല മുടിയൊക്കെ ആയിരുന്നു പണ്ട്. ഇപ്പം അല്ല. അപ്പം ഇനി ഇതൊക്കെ കുളിച്ച് കഴിഞ്ഞ് എൻ്റെ കോലത്തിലേക്ക് വരാം. നമ്മളങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞു. ഇനി മുടി ഉണക്കണം, അത്യാവശ്യം സ്കിൻ കെയറൊക്കെ ചെയ്യണം. പിന്നെ ഇനി ഉച്ചയ്ക്കത്തുള്ള ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. വേറെ ഒന്നുമില്ല പരിപാടി. ഫേസ് മോയ്സ്ചറൈസർ കാര്യങ്ങളൊക്കെ ഇടുന്നു, ലിപ്പിൽ ബാം, ഇത്രയേ ഉള്ളൂ. വീട്ടിലിരിക്കുക ആയതുകൊണ്ട് നമ്മൾ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ഈ പ്രഗ്നൻസി ആയതുകൊണ്ട് എല്ലാ പ്രൊഡക്ട്സും യൂസ് ചെയ്യാറൊന്നുമില്ല. ഞാൻ ഏത് പ്രൊഡക്ട്സാണെന്ന് യൂസ് ചെയ്യുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. അടുത്ത വീഡിയോയിൽ ഞാനത് പറഞ്ഞുതരാം ഏതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്നുള്ളത്. ഇത് ഞാൻ പ്രഗ്നൻസി ആയ സമയത്ത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പ്രൊഡക്ട്സൊക്കെ മാറ്റി ഇപ്പം കുറച്ചും കൂടെ പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ള പ്രൊഡക്ട്സാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഫോർ സേഫ്റ്റി. വേറെ മുടിയെല്ലാം ഉണക്കി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഒരു കുറിയൊക്കെ തൊട്ട് ഇനി എന്താ, ഇനി പ്രത്യേകിച്ച് നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഭക്ഷണം ഉച്ചക്കത്തെ ലഞ്ചിന് വേണ്ടി ഇനി കാത്തിരിക്കുക എന്നല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ ഇന്ന് ഞാനിപ്പോൾ എൻ്റെ നാട്ടിലായതുകൊണ്ട് എൻ്റെ ഫാമിലീസൊക്കെ ഇവിടെ ആയതുകൊണ്ട് ഗസ്റ്റ് എന്തായാലും ഞാൻ ഇപ്പോൾ ഇവിടെ വന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഗസ്റ്റുകൾ വരും. അപ്പം നമുക്ക് ഒരു കുറവ് വരുത്തണ്ട, നമുക്ക് കണ്ണൊന്ന് എഴുതിയേക്കാം. ഈ പീലി വെച്ചതിന് ശേഷം എൻ്റെ സ്ഥിരം പരിപാടിയാണ്. കണ്ണ് മാത്രം എഴുതുന്നുള്ളൂ, വേറെ ഒന്നും വേണ്ട. കാരണം ഓൾറെഡി ലാഷസ് ഇരിക്കുന്നതുകൊണ്ട് നമുക്കങ്ങനെ അച്ചമ്മയ്ക്കും ഒരു സന്തോഷമാവും ഇച്ചിരി ഒരുങ്ങിയൊക്കെ ഇരിക്കുന്ന കണ്ട. നമുക്ക് കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വികാസേട്ടൻ ചെയ്തു തരുന്നതാണ്. വികാസേട്ടൻ എപ്പോഴും മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൺമഷി എടുത്തിട്ട് അതെൻ്റെ കണ്ണിൽ തന്നെ ഇട്ട് കൊടുക്കുക. കൺമഷി എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഇടും. കണ്ണ് പറ്റില്ല എന്നാണ് ഏട്ടൻ പറയണത്. നമുക്ക് ചെയ്തേക്കാം, നമുക്കതിനൊരു കുറവ് വരുത്തണ്ടല്ലോ. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വേറെ ഒന്നുമില്ല.
നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. അപ്പം ഗൈസ് അങ്ങനെ വെയിറ്റ് ചെയ്ത സമയം എത്തിരിക്കുകയാണ്. ഉച്ചയായി, ലഞ്ച് കഴിക്കാൻ പോവാണ്. ഞണ്ട് കറി ഉണ്ടെങ്കിൽ എന്താ പറയുക, 2 കറി വേണ്ട, അങ്ങനെ ഒരു ചൊല്ലൊക്കെ ഉണ്ട്. അമ്മ പപ്പടില്ല, എന്തമ്മ പപ്പടം ആവായിരുന്നു ഞണ്ട് കറിയൊക്കെ ആകുമ്പോൾ. അതും തേങ്ങ അരച്ച ഞണ്ട് കറിയും ചോറും പപ്പടവും. കഞ്ചരട്ടാ ഷോ കണ്ടോ പീസൊക്കെ നോക്കി. ഞണ്ട് തേങ്ങ അരച്ച് വെച്ച കറിയും, പിന്നെ ഇത് ബേബിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി ഉപ്പേരി കഴിക്കണം. അതായത് പച്ചക്കറി എന്തെങ്കിലും ബേബിക്ക് കുറച്ച് നല്ല സാധനങ്ങൾ. ഇത് ബേബിയുടെ അമ്മയുടെ ക്രേവിങ്സ്. ഇത്രയും ചോറ്, ഇത് ഇച്ചിരി കൂടുതലാണ് നോക്കാം. പക്ഷെ ഞണ്ട് കറി ആയതുകൊണ്ട് ചിലപ്പോൾ ഞാൻ കഴിച്ചെന്നൊക്കെ വരും. അപ്പം കാണാം. ഇത് ഞണ്ട് തിന്നുന്നതിന് കുറേ രീതികളൊക്കെ ഉണ്ട്. ഞണ്ടിൻ്റെ കാല് ഇത് പൊട്ടിച്ചെനിക്ക് തിന്നാൻ അറിഞ്ഞൂടാ. സാധാരണ അമ്മ വിളിച്ചപ്പോൾ വരും. അത് നമ്മളിങ്ങനെ ഇതിങ്ങനെ നല്ല രസം. ഈ പീസ് കണ്ടു, അതിനെന്താ പറയുക, നടുക്കത്തെ പീസോ, പള്ളഭാഗം എന്നല്ലേ ശരിക്കും. ഇവിടെ കോഴിക്കോട് നമ്മൾ പള്ളഭാഗം എന്നൊക്കെ പറയും. മറ്റേത് കാല്, ഇത് പള്ളഭാഗം. അപ്പം ഇതിങ്ങനെ ഷോ കാണിച്ചിട്ടോ, ഇങ്ങനെ കണ്ടോ ഷോ. എനിക്ക് വയ്യ. ഇതാണ് നമ്മൾ കഴിക്കേണ്ടത്. ശരി എന്നാ ബൈ. അങ്ങനെ ലഞ്ച് കഴിഞ്ഞു, നല്ല ഹെവിയായി. ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് കുറച്ചൊക്കെ നടന്ന്, വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇനി നടന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം ഉച്ചമയക്കത്തിനുള്ള സമയവും, അപ്പോൾ കിടന്നുറങ്ങും. പിന്നെ ഇന്ന് കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട്. വേറെ എവിടെ നിന്നൊന്നും പോകുന്നൊന്നുമില്ല, വേറെ പരിപാടികളൊന്നുമില്ല. അപ്പം പുതിയ കോഴിക്കോട് വിശേഷങ്ങളായിട്ട് അടുത്ത വ്ളോഗിൽ വരാം. ബൈ.